ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും സമർപ്പണമാണ് കൊട്ടിയൂർ ഇളനീർ വെപ്പ്. കൊട്ടിയൂർ യാഗഭൂമിയിൽ സ്വയംഭൂശിലയിൽ അഭിഷേകം ചെയ്യുന്നതിനായി വ്രതനിഷ്ഠയോടെ ഇളനീരുകൾ ശേഖരിച്ച് കാവുകളാക്കി തിരുവഞ്ചിറയിൽ സമർപ്പിക്കുന്ന അതിപ്രധാനമായ ചടങ്ങ്. തീയ സമുദായത്തിനാണ് അഭിഷേകത്തിനുള്ള ഇളനീരുകൾ കൊട്ടിയൂരിലെത്തിക്കാനുള്ള പാരമ്പര്യ അവകാശമുള്ളത്. എരുവട്ടി 1000 തണ്ടയാൻ ആണ് ഈ ഇളനീർ വെപ്പിൻ്റെ ജന്മസ്ഥാനികൻ. മേക്കിലേരി, കുറ്റ്യാടി, മുടിശ്ശേരി തണ്ടയാന്മാർ മുടക്കത്തണ്ടയാന്മാരായി കൊട്ടിയൂരിലെത്തുന്നു. വിഷു മുതൽ ആരംഭിക്കുന്ന അതികഠിനമായ വ്രതശുദ്ധിയോടെ മനസ്സും ശരീരവും പെരുമാൾക്കായി പാകപ്പെടുത്തിയാണ് ഭക്തർ ഇളനീരുകളുമായി കൊട്ടിയൂരിലേക്ക് യാത്രയാകുന്നത്. ജന്മസ്ഥാനികൻ ഒഴികെയുള്ള മറ്റുള്ളവരെല്ലാം പ്രാർത്ഥനക്കാർ, വ്രതക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. 140ഓളം കഞ്ഞിപ്പുരകളിൽ താമസിച്ച് വ്രതം നോൽക്കുന്ന ഇവർ ഇളനീർ വെപ്പ് ദിവസത്തോടെയാണ് കൊട്ടിയൂരിൽ എത്തിച്ചേരുന്നത്. എരുവട്ടി 1000 തണ്ടയാൻ്റെ സംഘത്തോടൊപ്പം വീരഭദ്രൻ്റെ രൗദ്രക്കോലം ധരിച്ച 500 ചീനിവാദ്യവുമായി എരുവട്ടി 300 കുഴൽവിളക്കുമായി ഇരുവട്ടി കോട്ടയം വാക്കന്മാർ എന്നിവരും ഉണ്ടാകും. ഇളനീർ വെപ്പ് ദിവസമായ സപ്തമി നാളിൽ വ്രതക്കാർ ഇളനീർക്കാവുകളുമായി മണത്തണ ചപ്പാരം ക്ഷേത്രത്തിലെത്തി പരാശക്തിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയ ശേഷമേ കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയുള്ളൂ. കൊട്ടിയൂരിലെത്തുന്ന ഭക്തർ മന്തഞ്ചേരിയിൽ തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇളനീർക്കാവുകൾ ഇറക്കി വെച്ച് സമർപ്പണത്തിൻ്റെ പുണ്യമുഹൂർത്തത്തിനായി കാത്തിരിക്കും. അക്കര സന്നിധിയിൽ പതിവിലും നേരത്തെ അത്താഴപൂജയും ശീവേലിയും പൂർത്തിയാകുന്നതോടെ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും. ഈ സമയം വീരഭദ്രൻ്റെ കോലം ധരിച്ച സ്ഥാനികൻ കിഴക്കേ നടയിലെ കൽപ്പടവുകളിൽ ഒറ്റക്കാലിൽ നിലയുറപ്പിക്കും. തുടർന്ന് കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിൽ അമ്മാറക്കല്ലിനും അരയാൽ തറയ്ക്കും നടുവിലായി തട്ടും പോളയും വിരിക്കണം. 4 വാഴപ്പോളകൾ ചതുരാകൃതിയിൽ നിരത്തി അതിൽ 3 മരവാഴ ഇലകൾ വിരിക്കുന്ന ചടങ്ങാണിത്. വിളക്കൻ സ്ഥാനികൻ ഇതിൽ ഒരു തിരി കത്തിച്ചു വെക്കുന്നതോടെ ഇളനീർ വെപ്പിന് തുടക്കമാകുന്നു. ദേഹം മുഴുവൻ നല്ലെണ്ണ തേച്ചു പിടിപ്പിച്ച് ബാവലിപ്പുഴയിൽ മുങ്ങി നിവർന്ന് അന്തരീക്ഷമാകെ ഓങ്കാരം മുഴക്കിക്കൊണ്ട് വ്രതക്കാർ ഇളനീർക്കാവുകളായി തിരുവഞ്ചിറയിലേക്ക് പ്രവേശിക്കും. ഓരോരുത്തരായി തങ്ങളുടെ കാവുകൾ ഭഗവാന് സമർപ്പിക്കും. തുടർന്ന് കുടിവതികൾ സ്ഥാപിച്ച വെള്ളിക്കണ്ടാരത്തിൽ ഭക്തിപൂർവം കാണിക്കയർപ്പിച്ച് കൽപ്പടവുകളിലെ വീരഭദ്രസ്വാമിയെ വണങ്ങി അവർ മന്നഞ്ചേരിയിലേക്ക് മടങ്ങുന്നു. മുഴുവൻ വ്രതക്കാരുടെയും ഇളനീർക്കാവുകൾ തിരുവഞ്ചിറയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒടുവിലാണ് ജന്മസ്ഥാനികനായ എരുവട്ടി 1000 തണ്ടയാൻ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന എണ്ണയും ഇളനീരും മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നത്. ഇതോടെ ഒരു വർഷത്തെ ഇളനീർ വെപ്പ് ചടങ്ങുകൾ പൂർണ്ണമാകുന്നു. ഈ ഇളനീരുകൾ കൊണ്ടാണ് തൊട്ടടുത്ത ദിവസം മഹാദേവന് ഭക്തി നിർഭരമായ ഇളനീരാട്ടം നടത്തുന്നത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂരെന്ന ക്ഷേത്രമില്ലാത്ത ഈ മഹായാഗഭൂമിയിലേക്ക് ഒരിക്കലെങ്കിലും എത്തിച്ചേരാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടെ ഇനിയൊരു വൈശാഖ മഹോത്സവത്തിനായി ഓരോ ഭക്തഹൃദയവും കാത്തിരിക്കുന്നു. ശംഭോ മഹാദേവ.